Confident Group presents Henko Flowers Indian Film Awards, co-powered by Sera and Asian Paints Ultima Protect. Confident Group presents Henko Flowers Indian Film Awards. നമ്മുടെ അടുത്ത കാറ്റഗറി is പ്ലേബാക്ക് സിംഗർ സ്പെഷ്യൽ മെൻഷൻ, മികച്ച ഗായിക പ്രത്യേക പരാമർശം. അതാണ് നമ്മുടെ അടുത്ത അവാർഡ് കാറ്റഗറി. ഈ അവാർഡ് നൽകുന്നതിനായി I would like to welcome on stage Mithun Ramesh, Head of Programs, Hit 96.7 FM. Welcome Mithun. സൈറ്റേഷന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് മീഡിയ സിറ്റി പ്രൊമോട്ടർ സുന്ദർ മേനോൻ. Cash award നൽകുന്നതിനായി we extend our heartiest welcome to Shibu Tekkampuram, KLM Group Chairman. Welcome gentlemen. Usually ഇടയ്ക്കിടയ്ക്ക് മിഥുനെ എനിക്ക് co-host ചെയ്യാൻ കിട്ടാറുണ്ട്. കുറെ നാളായി കണ്ടിട്ട്. Good to see you. I'm fabulous. There we go. All right. Playback singer special mention ആണ്, പ്രത്യേക പരാമർശമാണ്. അത് ആർക്കാണ് എന്ന് നമുക്ക് കണ്ടു നോക്കാം. Take a look at the audio visual. Confident Group presents Henko Flowers Indian Film Awards, special mention singer. സൂര്യ സിംഗർ എന്ന ടെലിവിഷൻ ഷോയിലൂടെ മലയാള ചലച്ചിത്രഗാന രംഗത്ത് പാട്ടിന്റെ സൂര്യശോഭയുമായ ഒരു കൊച്ചു ഗായിക ബേബി ശ്രേയ. അമർ അക്ബർ അന്തോണിയിലെ എന്നോ ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു എന്ന ഗാനത്തെ മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ കുഞ്ഞു ഗായിക ശ്രേയയും മലയാളികളുടെ ഹൃദയത്തിൽ പാട്ടിന്റെ 1000 മുല്ലമുട്ടുകൾ വിരിയിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് ഹെങ്കോ ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ്സിന്റെ ഈ ഉത്സവ രാവിലേക്ക് സ്പെഷ്യൽ മെൻഷൻ പുരസ്കാരത്തിനായി ബേബി ശ്രേയയെ വാത്സല്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Yes, ladies and gentlemen, ബേബി ശ്രേയയെ സ്വാഗതം ചെയ്യുന്നത് മറ്റാരുമല്ല, ഞാൻ കുറച്ച് നാളെ മിസ് ചെയ്ത എന്റെ സുഹൃത്ത് തന്നെ സ്വാഗതം ചെയ്യട്ടെ. മിസ് ഡിയർ ലോർഡ് രഞ്ജിനി, അസ്സലാമു അലൈക്കും ഷാർജ. ഇനി അധികം സമയം വെച്ച് നീട്ടുന്നില്ല, കണ്ടതിൽ സന്തോഷം. പക്ഷെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ബേബി ശ്രേയനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ്. Because she is a prodigy. Let's welcome the prodigy, Baby Shreya, everybody. Please put your hands together. മലയാളികളുടെ സ്വന്തം ശ്രേയ കുട്ടി. വളർന്നു വരുന്ന എക്സ്ട്രീംലി ടാലന്റഡ് ആയ കുറെ കുട്ടികളുള്ള ഒരു രാജ്യമാണ് നമ്മളുടേത്. ആൻഡ് ശ്രേയ ഹാസ് ബീൻ സ്പെക്ടാക്കുലർ ഫ്രം ഡേ വൺ. ശ്രേയയ്ക്ക് ട്രോഫി നൽകുന്നത് മറ്റാരുമല്ല, നമ്മളുടെ പ്രിയ സുഹൃത്ത് മിഥുൻ തന്നെയാണ്. മിഥുൻ, could you please hand over the trophy? യെസ്, സൈറ്റേഷൻ ചെയ്യുന്നതിനായി പ്രൊമോട്ടർ മീഡിയ സിറ്റി ശ്രീ സുന്ദർ മേനോനോട് അഭ്യർത്ഥിക്കുകയാണ്. സർ പ്ലീസ്. ഒപ്പം ശ്രേയ കുട്ടിക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിനായി KLM ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഷിബു തെക്കമ്പുറത്തിനോട് അഭ്യർത്ഥിക്കുന്നു. സർ, മലയാളത്തിന്റെ സ്വന്തം ശ്രേയ കുട്ടി. കുട്ടിത്തം വിട്ടുമാറാത്ത പാട്ടിന്റെ പകിട്ടുമായി ഒരു കൊച്ചുപാട്ടുകാരി. അമർ അക്ബർ അന്തോണിയിലെ എന്നോ ഞാൻ എന്റെ മുറ്റത്ത് എന്ന ഗാനത്തിന്റെ മറക്കാനാവാത്ത സ്വരതീരങ്ങളിൽ നിറയുന്ന ബാല്യത്തിന്റെ നിഷ്കളങ്കത സമ്മാനിക്കുന്നത് പ്രത്യേക പരാമർശത്തിന്റെ ആലാപന ധന്യത. മികച്ച ഗായികയ്ക്കുള്ള പ്രത്യേക പരാമർശം ബേബി ശ്രേയ. ക്യാഷ് പ്രൈസ് സ്പോൺസർഡ് ബൈ KLM Axiva Finvest. കുറഞ്ഞ പലിശ, വേഗത്തിൽ ഗോൾഡ് ലോൺ. ശ്രേയക്കുട്ടി, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഫ്ലവേഴ്സ് ടി.വി നടത്തുന്ന ഫസ്റ്റ് ഫിലിം അവാർഡ്സിൽ, അതും ഇന്ത്യൻ ഫിലിം അവാർഡ്സിൽ മോൾക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ അവാർഡ് നമ്മളുടെ ജൂറി മെമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് എന്താണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും വീട്ടിലിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഈ പാട്ട് മ്യൂസിക് ചെയ്ത നാദർശാങ്കളോടും വരികൾ എഴുതിയ ബാപ്പുങ്ങളോടും വളരെ നന്ദി. പിന്നെ എനിക്ക് ഈ അവാർഡ് തന്ന ഫ്ലവേഴ്സ് ടി.വിയോടും വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു. പറ്റൂല, അറിയാലോ, എനിക്ക് ശ്രേയക്കുട്ടിയെ കിട്ടിയാൽ ഞാൻ കുറച്ചൊന്ന് സംവാദത്തിൽ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ. കുറെ സിനിമ പാടിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ എത്ര സിനിമ പാടി? 13. വയസ്സായി? 10. വയസ്സിനെക്കാട്ടും കൂടുതൽ സിനിമ പാടിയ കുട്ടി. ഹൈ ഫൈ. All right. Yes, ladies and gentlemen, it's time to get back to Confident Group presents Henko Flowers Indian Film Awards, co-powered by Sera and Asian Paints Ultima Protect. ഇനി നമ്മുടെ നെക്സ്റ്റ് അവാർഡ് ബ്ലോക്ക് കാറ്റഗറിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മികച്ച സംഗീത സംവിധായകൻ, Best Music Director,
ഈ അവാർഡ് നൽകുന്നതിനായി I would like to welcome on stage ശ്രീ മേജർ രവി. ഒപ്പം സൈറ്റേഷനായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫ്ലവേഴ്സിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് MB സനൽകുമാർ. ഒപ്പം ക്യാഷ് അവാർഡ് പ്രസന്റ് ചെയ്യുന്നതിനായി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ജിയോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ ജോർജ് നേര്യാം വരമ്പിൽ, UAE സ്വന്തം ജോർജ് ഏട്ടൻ. UAE മാത്രമല്ല തൃശ്ശൂരിന്റെ സ്വന്തം ജോർജ് Yes. ഏട്ടനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ, നമ്മൾക്ക് വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിത്വമാണ് ശ്രീ ജോർജ് നേര്യാം പറമ്പിൽ. Of course, Major Ravi sir, you're here with us with all your power and strength. We applaud you. Salkumar ji, always a part of Flowers from the beginning till the distance. All right, everybody. നമ്മളുടെ അവാർഡ് കാറ്റഗറി ഏറ്റവും മികച്ച സംഗീത സംവിധായകൻ. കഴിഞ്ഞൊരു വർഷം ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആയ സ്പെക്ടാക്കുലർ ആയ കുറെ ഗാനങ്ങൾ നമ്മൾക്ക് ലഭിച്ചു. ആൻഡ് അതിൽ നിന്നും ഏറ്റവും മികച്ചത് തീരുമാനിക്കേണ്ട ആ ഒരു ജോലി ജൂറിയുടേതായിരുന്നു. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൂ ദ വിന്നർ ഈസ്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. Confident Group presents Henko Flowers Indian Film Awards Best Music Director. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമിലിഞ്ഞു കടവൊഴിഞ്ഞു പ്രണയ തീവ്രതയിൽ കുതിർന്ന കാത്തിരിപ്പിന്റെ രാഗത്തിൽ കോർത്തിണക്കിയ സംഗീതം. വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി. ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ പ്രണയഭാവം പകർന്നു നൽകിയ മികച്ച സംഗീത സംവിധാനത്തിന് ശ്രീ M. ജയചന്ദ്രനെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡിന് അർഹനാക്കുന്നു. ഓരോരോ മാറിക്കാറും നിന്റെ മൗനം പോലെ എനിക്കായി പെയ്യുമെന്നു കാത്തു ഞാൻ. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ശ്രീ M. ജയചന്ദ്രൻ. ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ്സിന്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ് മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ ശ്രീ M. ജയചന്ദ്രൻ. അതിന്റെ കൂടെ തന്നെ നാഷണൽ അവാർഡ് ജയിച്ചിരിക്കുന്ന MJ സാറിന് ഞങ്ങളുടെ ഹാർദവമായ പ്രണാമം. യു ആർ an absolute rock star where music is concerned, MJ sir. നമ്മൾ എല്ലാവരുടെയും നല്ലൊരു കൈഡി MJ സാറിന് നൽകാം. For so many years he's been giving us such magical music. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിനുള്ള അവാർഡ് നൽകുന്നത് മേജർ രവി സർ ആണ്. മേജർ രവി സർ will hand over the trophy to MJ sir. ആൻഡ് നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു കൈഡിയോടെ ആദരിക്കണം. ഒപ്പം സൈറ്റേഷൻ നൽകുന്നതിനായി അഭ്യർത്ഥിക്കുകയാണ് ഫ്ലവേഴ്സിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് ശ്രീ MB സനൽകുമാർ. കഥാസന്ദർഭത്തിന്റെ വൈകാരികത സംഗീതത്തിലൂടെ ആവിഷ്കരിക്കുക മാത്രമല്ല, കഥയുടെ കാലഘട്ടത്തിനോട് പോലും നീതി പുലർത്തിയ സംഗീത സംവിധാന മികവ്. ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം M. ജയചന്ദ്രൻ. ക്യാഷ് അവാർഡ് നൽകുന്നു നമ്മളുടെ പ്രിയപ്പെട്ട ജോർജ് ഏട്ടൻ, ശ്രീ ജോർജ് നേര്യ പറമ്പിൽ, ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ ജിയോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. Congratulations, MJ sir. Cash prize sponsored by Geo Group, UAE and India. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 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 പറയാൻ നിരവധി ഓപ്പർച്യൂണിറ്റീസ് MJ സാറിന്റെ സംഗീതം നമ്മൾക്ക് എത്രയോ കാലങ്ങളായി നൽകി വരുന്നു. ഇപ്പോൾ ഇതാ yet another one. മൈക്ക് പിടിച്ചു വാങ്ങിയതാണ്. മലയാള സിനിമാ സംഗീതത്തിന് എന്നും അഭിമാനമാണ് ഞങ്ങളുടെയൊക്കെ കുട്ടൻ ജയചന്ദ്രൻ. ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡ് കിട്ടിയ ആളാണ്, 7 തവണ. മലയാളത്തിൽ ഒരേ ഒരു സംഗീത സംവിധായകനെ ഏറ്റവും മികച്ച ഗായകനായ അവാർഡ് കിട്ടിയിട്ടുള്ളൂ, അതും കുട്ടനാണ്. ഇപ്പോൾ നാഷണൽ അവാർഡും വാങ്ങുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തൽ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. MJ sir, please. ഷാർജയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഒരുപാട് മഹാന്മാരായിട്ടുള്ള കലാകാരന്മാരെ ആദരിക്കുന്ന ഈ വേദിയിൽ എനിക്കും ഒരു ചെറിയ ഇടം നൽകുന്നതിന് ഫ്ലവേഴ്സ് ടിവിയോട് നന്ദി പറയുന്നു. ഒരുപാട് സുഗന്ധമുണ്ട് ഈ അവാർഡിന്.
ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലേക്ക് സംഗീത സംവിധായകനാകാൻ എന്നെ ക്ഷണിച്ച പൃഥ്വിരാജിന് നന്ദി പറയുന്നു. എൻ്റെ ഡയറക്ടർ വിമലിന് നന്ദി പറയുന്നു. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ബിനോയ്, സുരേഷ്, റാക്കി തോമസ് എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ കാത്തിരുന്ന് എനിക്ക് ജനിച്ച എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ വളർത്തിയ എൻ്റെ പാട്ടിനായി ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതിപ്പോഴും കൊണ്ടാടുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. നിങ്ങളുടെ സ്നേഹം ഞാൻ എൻ്റെ ആത്മാവിൽ വെക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much, MJ sir. Major Ravi sir, തീർച്ചയായിട്ടും you are here with us. I request you to speak a few words. ഗുഡ് ഈവനിങ് ഷാജ. എനിക്ക് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് കുട്ടനെ കുറിച്ച് 2 വാക്ക് പറയാൻ ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. പല കാര്യങ്ങളും ചെയ്തു, 2 പ്രാവശ്യം മ്യൂസിക് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് സിനിമ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇനിയും സമയമുണ്ട്. അത് കുട്ടൻ എന്നാണ് തരുന്നതെന്നുള്ളത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ലെറ്റ് ബി എ ഗ്രേറ്റ് ഡേ ഫോർ us. Thank you so much. Absolutely wonderful. MJ sir, we have one more request. പക്ഷെ അതിനു മുമ്പ് I want to say a big thank you to George Etten, Sanalji as well as Major Ravi. Thank you. നല്ലൊരു ഗൈഡ് നൽകാം for our absolutely spectacular MJ sir. നമ്മുടെ അടുത്ത കാറ്റഗറി is ബെസ്റ്റ് ആക്ടർ സ്പെഷ്യൽ മെൻഷൻ, മികച്ച നടൻ പ്രത്യേക പരാമർശം. ഈ അവാർഡ് നൽകുന്നതിനായി I would like to welcome an extremely talented actor. Vinay Fort നമ്മുടെ കൂടെ ഇവിടെയുണ്ട്. There he is looking very very stylish. ரொம்ப glamorous. Vinay Fort. നല്ലൊരു ഗൈഡിനെ വിനയെ സ്വാഗതം ചെയ്യാം. സൈറ്റേഷൻ നൽകുന്നതിനായി സ്വാഗതം ചെയ്യുന്നു MD ഓഫ് തറവാട് റെസ്റ്റോറന്റ് ബിജു പി കോശി. Cash award നൽകുന്നതിനായി Gaurang Bhatt ji, General Manager Exports of Sera. We welcome you with a lot of respect and love. Best Actor Special Mention, മികച്ച നടൻ പ്രത്യേക പരാമർശം. അതാർക്കാണ് എന്ന് കണ്ടു നോക്കാം at Henko Flowers Indian Film Awards. Take a look. Confident Group presents Henko Flowers Indian Film Awards. Best Actor Jury Special Mention. മനുഷ്യത്തുരുത്തായി മാറിയ ജീവിതത്തിന്റെ പ്രതീകം. മൺട്രോ തുരുത്തെന്ന ചലച്ചിത്രത്തിലെ അച്ചുമാമ എന്ന കഥാപാത്രത്തെ ഇന്ദ്രൻ സനശ്വരമാക്കി. ലോകത്ത് 2 സ്ഥലങ്ങളെ ഉള്ളൂ. ഒന്ന് മൺട്രോ തുരുത്ത്, മറ്റേത് അക്കരെ. അവരെല്ലാം അക്കരക്കാർ, നമ്മൾ മാത്രം ഇക്കരക്കാർ. അത് കലക്കി. നിന്റെ അച്ഛൻ മണ്ടൻ, നിന്റെ മോൻ മണ്ടൻ, നീ മാത്രം മിടുക്കൻ. സർപ്പസന്തതികളെ, നീ ഉറങ്ങില്ലായിരുന്നു. തന്റെ സ്വതസിദ്ധമായ ചിരിയും ശൈലിയും കൊണ്ട് അഭ്രപാളിയിൽ അവതരിപ്പിച്ച മാസ്മരിക കഥാപാത്രമായിരുന്നു അച്ചുമാമ. ഒന്ന് സത്യം, ഒന്ന് കള്ളം. എങ്ങനെ അറിയും? മൺട്രോ തുരുത്തിലെ അഭിനയ പ്രകടനത്തിന് ബെസ്റ്റ് ആക്ടർ ജൂറി സ്പെഷ്യൽ മെൻഷൻ ശ്രീ ഇന്ദ്രൻസ്. ഈ അവാർഡ് ട്രോഫി ഇന്ദ്രൻ ചേട്ടന് കൈമാറുന്നത് നമ്മളുടെ യുവനടനായ വിനയ് ഫോർട്ട് ആണ്. ഇറ്റ്സ് ട്രൂലി ആൻ ഓണർ ഫോർ യു ആസ് വെൽ വിനയ് ടു ഹാൻഡ് ഓവർ ദി അവാർഡ്. നല്ലൊരു കൈഡി കൊടുക്കാം ഫോർ നമ്മളുടെ സ്വന്തം ചേട്ടന്. ബിജുജി, ഐ റിക്വസ്റ്റ് യു ടു ഹാൻഡ് ഓവർ ദ സൈറ്റേഷൻ. MD തറവാട് റെസ്റ്റോറന്റ് ബിജു വിൽ ഹാൻഡ് ഓവർ ദ സൈറ്റേഷൻ ടു ഇന്ദ്രൻസ് ജി. ഒപ്പം ക്യാഷ് അവാർഡ് നൽകുന്നതിനായി സ്വാഗതം ചെയ്യാണ് ഗൗരംഗ് ഭട്ട്, GM Exports Sera. Gaurang ji is with us here on stage. Could you please hand over the cash award as well? ഇന്ദ്രൻ ചേട്ടാ, ക്യാഷ് അവാർഡ് ഉണ്ട്, അത് ഗൗരംഗ് ഭട്ട് ജിയാണ് നൽകുന്നത്. അഭിനയ തികവിന്റെ അവിസ്മരണീയ ഭാവങ്ങളിലൂടെ അഷ്ടമുടിക്കായലിന്റെ തീരത്തെ മനുഷ്യത്തുരുത്തായ മൺട്രോ തുരുത്തിലെ അച്ചുമാമ എന്ന കഥാപാത്ര വിന്യാസത്തിന് മികച്ച നടനുള്ള പ്രത്യേക പരാമർശം ശ്രീ ഇന്ദ്രൻസ്. Cash prize sponsored by Sera. Reflects my style.
എത്രയോ കാലങ്ങളായി മലയാള സിനിമയുടെ ഒരു നിറസാന്നിധ്യമാണ് ഇന്ദ്രൻ ചേട്ടൻ. ഇന്നും അതുപോലെ തന്നെ ശക്തനായി മുന്നോട്ട് പോകുന്നു. സ്റ്റേജ് ആയാലും സിനിമയായാലും ഇന്ദ്രൻ ചേട്ടൻ മലയാളികളുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഷാർജയില് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താ? ഇന്ന് ഇന്ദ്രൻ ചേട്ടന്റെ ലൈഫിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. അത് ഇന്ന് ഈ ഒരു അവാർഡ് സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറ്റൊരു വലിയ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതെന്താണെന്ന് കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? എന്താണ് സംഭവം? ഞാൻ അറിയാത്തത്. ഇന്ന് ഒത്തിരി സമ്മാനം കിട്ടിയ ദിവസാ. ഇന്ന് മോന്റെ കല്യാണമായിരുന്നു. മകന്റെ കല്യാണമായിരുന്നു. അപ്പൊ പോയില്ലേ? ഒരു മോളെ കൂടെ കിട്ടി. അതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ നിന്നൊരു സമ്മാനവും. വണ്ടർഫുൾ ഡേ. അവിടെയും ഇവിടെയും ഓടി എത്തിയ ഇന്ദ്രൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ഒരു കലാകാരന്റെ ഒരു മഹത്ത് അതാണ്. അദ്ദേഹത്തിന് കിട്ടിയ ആദരവ് ഏറ്റുവാങ്ങാനായി മകന്റെ കല്യാണത്തിന്റെ ദിവസം തന്നെ ഇവിടെ എത്തി. അതിനും ഒരു കൈഡി കൊടുക്കാം. ഇറ്റ്സ് നോട്ട് ഈസി. ആൻഡ് വിനയ്, യു ആർ ഡെഫിനറ്റ് പേഴ്സൺ ഹൂസ് ഡൂയിങ് വണ്ടർഫുൾ മൂവീസ്. പക്ഷേ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് വാട്ട് വുഡ് യു സേ? നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു നടനാണല്ലേ? എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കാര്യം ജനറലി നമ്മൾ കാണുമ്പോൾ ഒരു ആക്ടറിൻ്റെ ബെസ്റ്റ് വർക്ക് വരുന്നത് ഒന്നുകിൽ ഇനീഷ്യൽ ഡേയ്സിലായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ 30s. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇന്ദ്രൻ ചേട്ടൻ ചെയ്തതിൽ നിന്നൊക്കെ എക്സ്ട്രീംലി ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ അപ്പോത്തുഗിരി പോലത്തെ ഒരു സിനിമയിലെ പുള്ളിയുടെ പെർഫോമൻസ്, മൺറോത്തുരുത്ത്, പിന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച വേഷം ഗോഡ്സെ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ ചെയ്തതാണ്. അത് ചെയ്ത് നമ്മൾ ഒരുമിച്ചിട്ടാണ്. സോ എനിക്കിപ്പോൾ ഇന്ദ്രൻ സാറിന് അവാർഡ് കൊടുക്കാനും കൂടെ സാധിച്ചു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇനിയും ഒരുപാട് ഇപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡിൽ നിന്ന് നാഷണൽ അവാർഡിലേക്കും അതിൻ്റെ അപ്പുറത്തേക്ക് ഇൻ്റർനാഷണൽ അവാർഡ്സിലേക്കും പോകാൻ ഇന്ദ്രൻ സാറിന് സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ഇന്ദ്രൻ ചേട്ടാ. വണ്ടർഫുൾ ആക്ടർ. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെയും പ്രണാമം. താങ്ക് യു സോ മച്ച് ഇന്ദ്രൻ ചേട്ടൻ. മികച്ച പ്രത്യേക പരാമർശം. താങ്ക് യു വിനയ് ഫോർ ജോയിനിങ് us here. We appreciate it. 2016 ഏപ്രിൽ മാസത്തിലെ ഒരു സായാഹ്നം ഷാർജ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ്സ്. ഇന്ത്യൻ ചലച്ചിത്ര വിഹായസിലെ മിന്നും താരങ്ങൾ ആടിത്തിമിർത്ത ആഘോഷരാവ്. ഇനി കുറെ കാലം പിന്നിലേക്ക് 1960കളിൽ ജീവിതഗന്ധിയായ കഥകളും കഥാപാത്രങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മെ തേടി വന്ന കാലം. അബ്രപാളികളിൽ അനശ്വര ചരിതമെഴുതിയ പ്രതിഭകൾക്ക് പുരസ്കാരങ്ങളോ പുരസ്കാര രാവുകളോ ഇല്ലായിരുന്ന കാലഘട്ടം. എങ്കിലിവിടെ ഭാവനയുടെ ചായം തേച്ച് അവതരിപ്പിക്കുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ ഒരു അവാർഡ് നിശ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം നേരുന്നു. രാമു ബീഡി ചലച്ചിത്ര പുരസ്കാരം ഒപ്പസഹായം അംബുജം ചക്കിലാട്ടിയ എണ്ണ. പുരസ്കാര ദാന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. ഗുഡ് ഈവനിങ് ആണ്ടിപ്പള്ളിക്കാർ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? കേൾക്കുന്നില്ല. അവർ കേൾക്കുന്നുണ്ട്. ഇയാൾക്ക് ചെവിക്ക് പൊട്ടുള്ള കാര്യം അവർക്കറിയില്ലല്ലോ. ഇതേ മദ്രാസിയിലെ ആകാശവാണിയിൽ യാർപെറ്റ കുളന്തെ എന്ന കുടുംബ പരിപാടി അവതരിപ്പിക്കുന്ന ശക്തിവേലാണ്. ശക്തിവേൽ, എന്താണ് പറയാനുള്ളത്? താരരാജാക്കന്മാരുടെ താരയൂട്ടത്തിൽ പുരസ്കാരം ആരും നേടുമെന്നറിയാൻ ഇനി ക്ഷണനേരം മാത്രം. ആ ക്ഷണനേരം കാതോർത്ത് സന്തോഷത്തോടെ ഇരിക്കുന്ന എന്റെ ആണ്ടിപ്പള്ളിക്കാവിലെ ജനങ്ങളെ, കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കുന്ന ആ പുരസ്കാര ദാനം അഥവാ കൊടുക്കൽ വാങ്ങൽ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയായി. ഇനി നിങ്ങളുടെ കണ്ണുകളെ കുളിരണിയിപ്പിക്കുവാൻ നടന വിസ്മയവുമായി ഇടായെട്ടോണ്ടും നാട്യമയൂരി ആനത്തലവട്ടം സരോജിനി അവർഹൽ. ആനത്തലവട്ടം സരോജിനി അവർഹൽ അവതരിപ്പിക്കുന്ന അവതരണ നൃത്തം.
കൊടുക്കൂ. ഇനി നമുക്ക് ആദ്യ പുരസ്കാരം ആർക്കാണെന്ന് നോക്കാം. ആദ്യം പുതുമുഖ നടനുള്ള പുരസ്കാരം. ഇതിലേക്ക് വന്ന ശുപാർശകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോമൻ. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ. സുകുമാരൻ. പുതുമുഖ നടനുള്ള പുരസ്കാരം സമ്മാനിക്കാൻ വേണ്ടി കോട്ടയം പട്ടണത്തിൽ വാളിയോരു ആറിക്കട നടത്തുന്ന ആറിക്കട മുതലാളി സുരേന്ദ്രൻ പിള്ളയെ നല്ലൊരു അപ്ലാസോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. അങ്ങയുടെ ഈ നല്ല മനസ്സിന് 1000 നന്ദി മുതലാളി. ഇതാ മുതലാളി, ആരാണ് നല്ല പുതുമുഖ നടനെന്ന് അങ്ങ് വെളിപ്പെടുത്തിയാളോ? പുതുമുഖ നടനുള്ള മത്സരത്തിൽ 185 പോയിന്റ് നേടി എസ് കുമരൻ. അയ്യോ മുതലാളി, എസ് കുമാരൻ അല്ല. ഓ എസ് യു കുമാരൻ. SU കുമാരൻ എന്നല്ല മുതലാളി, സുകുമാരൻ എന്നാണ് പേര്. വഞ്ചി ഇപ്പോഴും തിരുവഞ്ചൂർ തന്നെ. പുതുമുഖ നടനുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുകുമാരനെ വിളിക്കുന്നു. ശ്രീ സുകുമാരൻ 1948 ജൂൺ മാസം 10-ാം തീയതി എടപ്പാൾ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. നിർമാല്യം എന്ന ചിത്രത്തിൽ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കോളേജ് കുമാരിമാരുടെ ഹരമായി മാറിയ ശ്രീ സുകുമാരനും ഈ പുരസ്കാര വേദിയിലേക്ക് സ്വാഗതം. സ്വാഗതം സുകുമാരൻ, സ്വാഗതം. ഇദ്ദേഹത്തിന് മഹാമനസ്കനായ സുരേന്ദ്രൻ മുതലാളി നൽകുന്ന 101 ഉറുപ്പികയും അരച്ചാക്ക് ചമ്പാവരിയും എല്ലാവരും ചേർന്ന് നല്ലൊരു അപ്ലാസ് കൊടുക്കൂ. ഇനി അടുത്ത പുരസ്കാരം ആർക്കാണെന്ന് അറിയണ്ടേ? ഞങ്ങൾക്കതൊന്ന് അറിയണം കള്ളിപ്പെണ്ണേ കുയിലാളെ. ഒന്ന് അടങ്ങിയിരിക്കാമോ നിങ്ങൾ? ഞങ്ങൾ പറഞ്ഞോളാം. ഏറ്റവും മികച്ച പാട്ടുകാരിക്കുള്ള പുരസ്കാരമാണ് അടുത്തത്. ആർക്കാണ് പുരസ്കാരം? 190 പോയിന്റ് നേടി മത്സരത്തിൽ 1-ാം സ്ഥാനം കരഗതമാക്കിയത് വാനമ്പാടി ഗാനഗോകുലം ജാനകി. ഇതിലേ പോയത് വസന്തം വാസര സ്വപ്നത്തിൻ തോഴിമാര്. റാമു ബീഡി ചലച്ചിത്ര പുരസ്കാരം ഒപ്പസഹായം അംബുജം ചക്കിളാട്ടിയ എണ്ണ. ഈ പുരസ്കാരം നൽകുന്നത് കേരളത്തിൽ ആദ്യമായി 2 നില കെട്ടിടം പണിഞ്ഞ കെട്ടിട കോൺട്രാക്ടർ തമ്പി. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജാനകിക്ക് തമ്പി അദ്ദേഹം നൽകുന്നു 151 ഉറുപ്പികയും 2 പോളിസ്റ്റർ സാരിയും. റാമു ബീഡി ചലച്ചിത്ര പുരസ്കാരം ഒപ്പസഹായം അംബുജം ചക്കിലാട്ടിയ എണ്ണ. രാമു ബീഡി നല്ല സ്വാദുള്ള ബീഡി, രാമു ബീഡി നല്ല സ്വാദുള്ള ബീഡി. ഏയ്, ആരാണ് നിങ്ങൾ? ഞാൻ റാമു ബീഡിയുടെ മുതലാളി റാമു. ഇപ്പോൾ വന്നത് എന്തിനാണ്? എന്തോന്ന് ചോദ്യമാണിത്? എന്റെ ബീഡിയുടെ പരസ്യത്തിനുള്ള സമയമായി. പറയട്ടെ എങ്കിൽ പറഞ്ഞോ മുതലാളി. റാമു ബീഡികൾ, നല്ല സ്വാദുള്ള ബീഡികൾ, ഒറ്റ വലി 8 സ്വമ. എന്താ ഇഷ്ടമായോ? എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ ദേഹത്ത് തൊടരുത്, എന്നെ വിടാൻ. മിണ്ടല്ലേ, അവരൊക്കെ വലിയ വലിയ മുതലാളിമാർ, അവർക്കൊക്കെ എന്തുമാകാം. ആണ്ടിപ്പള്ളിക്കാവിലെ ജനങ്ങളെ, ഗായികയ്ക്കുള്ള പുരസ്കാരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയുള്ള പുരസ്കാരം ആർക്കുള്ളതാണ്? അടുത്തതായി മികച്ച ഗായകനുള്ള പുരസ്കാരമാണ് നൽകുന്നത്. ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് ശങ്കരനാരായണൻ മുതലാളിയാണ്. ബാലരാമപുരം കൈത്തറി മുണ്ടുടമയാണ് ശങ്കരനാരായണൻ മുതലാളി.
എന്ന് പറഞ്ഞാലും മുതലാളി. ഏറ്റവും നല്ല പാട്ടുകാരനെ കണ്ടുപിടിക്കാൻ ഞാൻ നന്നേ പാടുപെട്ടു. അവസാനം ഞാൻ അത് കണ്ടെത്തി. എങ്കിൽ പറയൻ മുതലാളി, ആരാണത്? വിജയ് യേശുദാസ്. അതിനാ പയ്യൻ ജനിച്ചിട്ടില്ലല്ലോ. അതല്ല, വിജയ് യേശുദാസ് ആണെന്ന്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, നെയ്യിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്തു തരൂ മാൻകിടാവേ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. അയ്യോ, ഈടെ ആരാണ് വന്നു നിൽക്കുന്നത്? ഇതാണ് യേശുദാസ്. നമ്മൾ വിളിച്ചിട്ടല്ലേ വന്നത്. അതല്ല, ഇതാരാണ് വന്നതെന്ന്. ഞാൻ അങ്ങയുടെ വലിയ ഒരു ആരാധകനാണ്. അങ്ങയുടെ പാട്ട് കേൾക്കാതെ ഞാൻ ഉണ്ണില്ല ഉറങ്ങില്ല. ആണോ? മലയാള പാട്ടിനേക്കാൾ എനിക്കിഷ്ടം അങ്ങയുടെ ഹിന്ദി പാട്ടാണ്. കോരിത്താറാം ബാബു വാടാ വാടാ എന്ന പാട്ട് എനിക്ക് കാണാപാഠമാണ്. ഏത് പാട്ടാണത്? ഒന്നുകൂടെ പറഞ്ഞേ. കോരിത്താറാ ബാബു വാടാ വാടാ. അയ്യോ, ആ പാട്ട് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? അത് ഇങ്ങനെയാണ്. गोरी तेरा गाँव बड़ा प्यारा, मैं तो गया मारा आके यहाँ रे. ഓ, അത് ഇങ്ങനെയാണോ? മികച്ച ഗായകന് ശങ്കരനാരായണൻ മുതലാളി നൽകുന്ന 501 ഉറുപ്പികയും 2 വെള്ള ഡബിൾ വേഷ്ടിയും. എന്ത് ഗോഷ്ടിയോ? ഗോഷ്ടിയല്ല, വേഷ്ടി, മുണ്ട്. സാർ, ആണ്ടിപ്പള്ളിക്കാവിലെ ജനങ്ങൾക്ക് വേണ്ടി 2 വാരി ഒന്ന് മൂളാമോ? പിന്നെന്താ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അയ്യോ സാർ, മനോഹരമായിരിക്കുന്നു. എല്ലാവരും സാറിന് നല്ല ഒരു അപ്ലാസ് കൊടുക്കൂ സാറിന്. അയ്യോ സാർ, മാർവലസ്, ഫണ്ടാസ്റ്റിക്. എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടു. എങ്കിൽ ഞാൻ ഇനി പങ്കെടുക്കുന്ന എല്ലാ പുരസ്കാര ചടങ്ങിലും ഞാൻ ഈ പാട്ട് പാടും. രാമു ബീഡി നല്ല സ്വാദുള്ള ബീഡി, രാമു ബീഡി നല്ല സ്വാദുള്ള ബീഡി. അയ്യോ മുതലാളി, ഇപ്പോൾ എന്തിനാണ് വന്നത്? അയ്യോ, എത്ര തവണ പറയണം നിങ്ങളോട്? വീണ്ടും എണ്ട ബീഡിയുടെ പരസ്യം പറയാൻ സമയമായി. നാളെ നിങ്ങൾ വന്ന് ഇവിടെ പറയുമോ? പറയട്ടെ. എങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തുലയ്ക്കിൻ. റാമു ബീഡികൾ, നല്ല സ്വാദുള്ള ബീഡികൾ, ഒട്ട വളിക്ക് 8 സൊമ. എന്താ സന്തോഷമായില്ലേ? ഇയാൾക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. വെറുതെ ആപത്ത് വിളിച്ച് വരുത്തല്ല പെണ്ണെ. ഇയാളുടെ ഭാര്യയാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അതെന്താണ് കഴിക്കാത്തത്? ഇതുപോലെയുള്ള വലിയ വലിയ മുതലാളിമാരെ പേടിച്ചിട്ട്. കഷ്ടം കഷ്ടം. പ്രിയമുള്ളവരെ, നിങ്ങളെ പ്രകമ്പനം കൊള്ളിക്കാനായി ഇനി എന്താണ് ഈ വേദിയിൽ നടക്കുന്നതെന്ന് അറിയാമോ? തമിഴകത്തിന്റെ ഭയങ്കര വില്ലൻ എം.എൻ. നമ്പ്യാർ അവതരിപ്പിക്കുന്ന നങ്ങ്യാർ കൂത്ത്. അയ്യേ, നങ്ങ്യാർ കൂത്തല്ല, നല്ല ഒരു നൃത്തം. രണ്ടും ഒരുപോലെ തന്നെ. ഇന്ന് നമ്മൾ ഭ്രമിക്കുക, നാളെ എന്നത് മറക്കുക. നാണമെന്നത് പഴങ്കഥ, നാരി വെറും ഒരു കടങ്കഥ. ഇന്ന് നമ്മൾ ഭ്രമിക്കുക, നാളെ എന്നത് മറക്കുക. നാണമെന്നത് പഴങ്കഥ, നാരി വെറും ഒരു കടങ്കഥ. മധുപണി തേടി മലര് വളരെയും മായാലോകത്തിൽ പളുങ്ക് പാത്രം ജീവിതരാഗം പാടും നിശകളിൽ. നാണമെന്നത് പഴങ്കഥ, നാരി വെറും ഒരു കടങ്കഥ. ഇന്ന് നമ്മൾ ഭ്രമിക്കുക, നാളെ എന്നത് മറക്കുക. ഇന്ന് നമ്മൾ ഭ്രമിക്കുക, നാളെ എന്നത് മറക്കുക. ഞെട്ടിത്തെറിച്ചു പോയി. നമ്പ്യാരുടെ നൃത്തം എങ്ങനെയുണ്ടായിരുന്നു ശക്തിവേൽ? നൃത്തമായിരുന്നു. അടുത്തത് എന്താണെന്ന് പറയൂ. ഇനി അന്യഭാഷാ ചിത്രത്തിലെ നടനുള്ള പുരസ്കാരദാന ചടങ്ങാണ്. തമിഴകത്തെ ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മദ്രാസിയിലെ ഏറ്റവും ജനപ്രീതിയുള്ള നടൻ ശ്രീ MGR. நாளையிட்டால் அது நடந்து விட்டால் ஏழைகள் வேதனை படமாட்டார். உயிர் உள்ளவரை ஒரு துன்பமில்லை, அவர் கண்ணீர் கடலிலே விழமாட்டார். அவர் கண்ணீர் கடலிலே விழமாட்டார்.
അതെങ്ങനെ വിളിക്കും? അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാനുള്ള ആളിനെയാണ് അദ്ദേഹം ചാട്ടവാറിന് അറഞ്ചം പുറഞ്ചം തല്ലി ഓടിച്ചത്. രാമു ബീഡി ചലച്ചിത്ര പുരസ്കാരം ഒപ്പ സഹായം അമ്പുജം ചക്കിലാട്ടിയ എണ്ണ. നിങ്ങളേവരും ആവേശത്തോടെ കാത്തിരുന്ന ആ പുരസ്കാരദാന ചടങ്ങ്, എല്ലാവരും ആകാംക്ഷപൂർവം കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, രാമു ബീഡി ചലച്ചിത്ര പുരസ്കാരം. ഒപ്പ സഹായം അമ്പുജം ചക്കിലാട്ടിയ എണ്ണയിലെ മികച്ച നടൻ ആരായിരിക്കും? നമുക്ക് കാണാം. മത്സരിക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. പൊന്നിൽ കുളിച്ച രാത്രി, ഉലകം വിരിഞ്ഞ രാത്രി, മരാളികേ മരാളികേ, മാനത്തെ മാലാക ഭൂമിയിൽ വളർത്തും മരാളികേ. നിന്റെ മിഴിയിൽ നീലോത്പലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻ കവിളിനയിൽ കനകാംബരം. ആരായിരിക്കും മികച്ച നടൻ? പറയൻ കൂട്ടരെ പറയൻ. അത് ഞാൻ പറയാം ശക്തിവേൽ. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പ്രേമ നസീർ. 1929 ഡിസംബർ 26 ചിറയൻകീഴിൽ ജനിച്ച നക്ഷത്രം. എല്ലാ മലയാളികളുടെയും മനസ്സു കീഴടക്കിയ സുന്ദർ. സ്ത്രീകൾക്ക് കാമദേവൻ, കുട്ടികൾക്ക് വൻ കുസൃതിക്കുട്ടൻ, അമ്മമാരുടെ പൊന്നോമന. ആരാണത്? മറ്റാറുമല്ല, നമ്മുടെ പ്രേമനസീർ. പ്രേമനസീറിന് ഈ പുരസ്കാര വേളയിലേക്ക് ഹാർദവമായ സ്വാഗതം. സ്വാഗതം നസീർ, സ്വാഗതം. മുല്ലപ്പും പല്ലിലോ കൂത്തിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. കാണ്ടിപ്പള്ളിക്കാവിലെ എല്ലാവർക്കും എന്റെ നമസ്കാരം. സാറിന്റെ അഭിനയം കണ്ടാൽ അതിശയം തോന്നിപ്പോകും. അങ്ങനെയോ? ശരിയാണ്, ബിരുദനാണ് നസീർ സാർ. സാർ, ഈ ആൾമാറാട്ടം എങ്ങനെയാണ് സാർ നടത്തുന്നത്? അയ്യോ, അതെല്ലാം മേക്കപ്പ് മാൻ വേലപ്പൻ മാസ്റ്ററുടെ കഴിവുകളാണ്. ഞങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാമോ? അയ്യോ, അതിപ്പോ കുട്ടിയുടെ കയ്യിൽ ഒരു പൊട്ടുണ്ടോ? എങ്കിൽ ഒരു സൂത്രപ്പണി ഞാനിപ്പോ കാണിച്ചു തരാം. ശരി സാർ, ഒന്ന് കാട്ടിത്തരിൻ. ഇതാ സാർ. ഇതാ കാണിൻ. അയ്യോ, ഇവിടെ നിന്ന് ഞങ്ങളുടെ നസീർ സാർ എവിടെ പോയി? ഏയ്, ഞങ്ങളുടെ നസീർ സാറിനെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ ആരാണ്? അയ്യോ, ഇത് ഞാനാണ്, നിങ്ങളുടെ നസീർ. അല്ല, നിങ്ങൾ നസീർ സാർ അല്ല. പറയിൻ, ഞങ്ങളുടെ നസീർ സാർ എവിടെ പോയി? മിസ്റ്റർ, ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. ഇനി നോക്കി. അയ്യോ നസീർ സാർ, അങ്ങ് ഇത്ര പെട്ടെന്ന് അവിടെ പോയി? അങ്ങാണെന്ന് പറഞ്ഞ് മറ്റൊരാൾ ഇവിടെ വന്നിരുന്നു. അവനെ ഞങ്ങൾ ഇവിടുന്ന് പായിച്ചു. അയ്യയുടെ മനമേ, അങ്ങനെയോ? കൊള്ളാമല്ലോ. അയ്യോ, ഇവൻ വീണ്ടും വന്നു. എവിടെ ഞങ്ങളുടെ നസീർ സാർ? അയ്യോ, ദേണ്ട നമ്മുടെ നസീർ സാർ. അയ്യോ, ദേണ്ട മറ്റൊരാൾ. അയ്യോ നസീർ സാർ. അയ്യോ, മറ്റൊരാൾ. നസീർ സാർ. അയ്യോ നസീർ സാർ, ഇത് എന്തോടെ അത്ഭുതമാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നു? എല്ലാം ഒരു പൊട്ടുകൊണ്ടുള്ള സൂത്രപ്പണി, അത്രമാത്രം. അടുത്തതായി നസീർ സാറിന് പുരസ്കാരം നൽകുന്ന ചടങ്ങാണ്. 1001 രൂപയും 2 ഭരണി അമ്പുജം ചക്കിലാട്ടിയ എണ്ണയുമാണ് സമ്മാനമായി നൽകുന്നത്. രാമു ബീഡി നല്ല സ്വാദുള്ള ബീഡി, രാമു ബീഡി നല്ല സ്വാദുള്ള ബീഡി. ഹേയ് മുതലാളി, പുരസ്കാരം കൊടുക്കലെല്ലാം കഴിഞ്ഞു. ഇനി എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത്? എന്റെ പൊണ്ണും കൂടമേ, എന്റെ വീഡിയോയുടെ പരസ്യം പറയാതെ നാടെന്ത് ചെയ്യും? എന്റെ മുതലാളി, ഇനി പരസ്യം പറഞ്ഞാൽ ഇവരുടെ കാര്യവും നാട്ടിൽ പരസ്യമാകും. പരസ്യമായാൽ എനിക്കെന്ത്? വെറുതെ അല്ലല്ലോ, സുളപോലെ കാശെണ്ണി തന്നിട്ടല്ലേ. അതുകൊണ്ട് ഞാൻ പരസ്യം പറയും. ഇങ്ങോട്ട് മാറി നിൽക്ക. ഏയ്, ഇങ്ങോട്ടല്ല, അങ്ങോട്ട് മാറി നിൽക്കും. അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട്, എങ്ങോട്ടായാൽ എനിക്കെന്ത്? എനിക്ക് പരസ്യം പറയാം. ഇന്നു മുതൽ എന്റെ പരസ്യത്തിൽ നീയുമുണ്ട് പെണ്ണെ. ഇങ്ങോട്ട് കയറി നിൽക്കും. രാമു ബീഡികൾ, നല്ല സ്വാദുള്ള ബീഡികൾ, ഒറ്റ വളി 8 സോമ. അയ്യോ വിലാസിനി. അതെ, വിലാസിനി. ഒറ്റ ഇടിക്കേ 8 സോമ. അല്ല, നിന്റെ 16. അയ്യോ, രാമു ബീഡി ചലച്ചിത്ര പുരസ്കാരം. ഒപ്പ സഹായം അമ്പുജം ചക്കിലാട്ടിയ എണ്ണ.
Charmiye namukku swagatham cheyyam to Sharjah. You're looking absolutely stunning like a royal princess, Charmi. Thank you so much for joining us here. And even when you're standing in front of all these majority Malayali audiences who do watch Telugu films as well, how do you feel joining us here today? Hello, Sharjah. How are you? Good? Malayalam korchu arayo. It's really nice, Sharjah. Very beautiful, and first of all, amazing crowd. I mean, I have been here earlier many times, but I have never seen people sitting like this with so much patience and so much enthusiasm. Oh my God, you guys are amazing audience. Trust me. Thank you so much for making this audience very, very happy by your presence. And Mattoru Karanam Kudenda, Charmi is not here simply. As you know, we are honoring spectacular actors across 4 film industries. So, what is the reason Ashwathi Charmi is here? നമുക്കിതൊന്ന് സ്ക്രീനിൽ കണ്ടിട്ട് തിരിച്ചു വന്നാലോ? Why not, I say? ജോർജ് കുടയ്ക്ക് സേബർ ഫ്രീ. ജോൺ സൂപ്പർ ഹീറോ കൊടുകൾക്കൊപ്പം സേബർ ഫ്രീ. Confident Group presents Henko Flowers Indian Film Awards Actor of the Decade Telugu Female. గానా తెలంగాణ ఇవ జయించిడ పొరంద సుల్తానా. గానా తెలంగాణ ఎన మయకిడ వంద మస్తానా. ദക്ഷിണേന്ത്യൻ സിനിമയുടെ അഭിമാനം ചാർമി കൗർ. സൗന്ദര്യത്താലും അഭിനയ തികവിനാലും തെലുങ്കിന്റെ കഴിഞ്ഞ ദശകം സ്വന്തമാക്കിയ സുന്ദരി. മലയാളിക്ക് അപരിചിതമല്ലാത്ത ഈ സൗന്ദര്യധാമം കാട്ടുചെമ്പകം, ആഗതൻ, താപ്പാന തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. Actor of the Decade Telugu Female Charmi Kaur. Yes, ladies and gentlemen, and Actor of the Decade Telugu ഏറ്റവും മികച്ച Actress എന്നുള്ള award നൽകുന്നതിനായി we have a few wonderful people joining us on stage, right, Ashwathi? Yes, നമുക്ക് ട്രോഫി നൽകുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നീരജ് മാധവ്. Yes, Neeraj, Ida, നമ്മുടെ യുവതാരം, a guy who's done some splendid characters, who's a brilliant dancer, choreographer, multi-talented, നമ്മളുടെ കൂടെ. To hand over the citation. Citation വേണ്ടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു പ്രേം കുമാർ. ഒപ്പം ക്യാഷ് അവാർഡ് നൽകുന്നതിനായി നമ്മൾ സ്വാഗതം ചെയ്യുന്നു അപ്പുണ്ണി മേനോൻ, സീനിയർ ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ്, സാൽബ ഗ്രൂപ്പ്. Actor of the Decade Female from Telugu in an award nalgunu. Neeraj, could you please hand over the trophy to beautiful Charmi? Prem Mehta, citation, if you could hand it over. Henko Flowers Indian Film Awards Actress of the Decade Miss Charmi Kaur. And Apurni sir. And Charmi, of course, we would love to hear what you feel. It's Actor of the Decade. The thing is, the Actor of the Decade in the marriage, all you girls look like so young. 10 years, 10 amazing years. It doesn't really sync with me, you know, because you've been such a part of so many people's lives for so many years, but you're all still young, okay? Yeah, I mean, it doesn't sink into me too. Actor of the Decade, and I mean, yeah, seriously. But I feel really proud at a very young age. I stepped into the film industry. I was hardly 13 when I did my first film. I remember doing my first film in Malayalam called Kaattu Chambagam when I was 13 years old. So it's been a long journey, and then I was blessed with quite a few films in all the languages. And my last film in Malayalam with Mammootty sir, I've been really lucky to be casted opposite him. Tapana,
and wherever I go, people recognize me as Tapana girl, and I get a lot of compliments for Agat and my film with Dilip sir also, and director Kamal, and of course my Tapana director. I mean, I've worked with some amazing team in Malayalam. I've been really, really blessed, and yes, very soon one more Malayalam film. It's on its way. Are we allowed to know more? Not yet. Soon we'll find out. So thank you so much, Malayalam industry. You've been always very dear to my heart, and thank you, Flowers, for this opportunity and this association with you. I hope we share a long, healthy relationship together, many more in future. And yeah, thank you, Sharjah. Thank you all the Malayalam Telugu audience, everyone. Thank you so much. Thank you, Charmi. Premeta, തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ I request you to please speak a few words. സർവശക്തനായ ദൈവത്തിന് നന്ദി. ലോകത്തിൻ്റെ തന്നെ നെറുകയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ UAE മണ്ണിൽ നിൽക്കുമ്പോൾ വല്ലാത്ത അഭിമാനവും ആഹ്ലാദവും തോന്നുകയാണ്. ചാർമിക്ക് എൻ്റെ പ്രത്യേക കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച് പ്രേമേട്ട. നീരജ്, ഞാൻ എന്തൊക്കെ ആശകൾ കൊണ്ട് വന്നതാണ്. നീരജ് ഡാൻസ് ചെയ്യും, തകർക്കും, കൈയടി വാങ്ങും, പക്ഷെ എവിടെയോ പോയി കാലൊക്കെ ഉളുക്കിയിട്ട് വന്നിരിക്കുകയാണ്. നമുക്കൊരു ഡാൻസ് ചെയ്ത് തരൂല എന്നാ മാഷ എങ്ങനെ, പക്ഷെ അതൊക്കെ ഇവിടെ വന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സച്ച് എ സ്പോർട്ട്. ഹൗ ഡു യു ഫീൽ ബീങ് പാർട്ട് ഓഫ് ഫ്ലവേഴ്സ് ടിവിയുടെ ഫസ്റ്റ് അവാർഡ്സ്? ഇൻക്രെഡിബിൾ. കാരണം ഇത്രയും വൈകിയ വേളയിൽ ഇത്രയും നിറഞ്ഞ സദസ്സ് കാണാമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു ഇത്രയും നേരം ഇവിടെ നിൽക്കുന്നത്. മലയാള സിനിമയിലെയും ഇന്ത്യൻ സിനിമയിലെയും അധികായന്മാരൊക്കെ വന്ന സ്റ്റേജിൽ ഞാനും കൂടെ നിൽക്കണമെന്ന് ഫ്ലവേഴ്സ് ടിവിയുടെ സംഘാടകർ തീരുമാനിച്ചതിൽ എനിക്ക് സന്തോഷം. കാരണം ഞാൻ തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ കാലക്കുളുക്കിയിരിക്കുകയാണ് ഡാൻസ് ചെയ്യാൻ. എന്ത് പറ്റി, എന്താ ചെയ്തേ ഈ കാലക്കുളുക്കാൻ? ഡാൻസ് കൂടുതൽ കളിച്ചോ? ഡാൻസ് കളിച്ച് ഒരു സ്റ്റേജിൽ നിന്ന് എടുത്ത് ചാടിയതാണ്. നന്നായി. എന്തായാലും ഓൾറെഡി സ്റ്റേജിൽ നിന്ന് എടുത്ത് ചാടിയതാണോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടിയതാണോ? അതിനുള്ള സാഹചര്യം ഉണ്ടാക്കില്ലെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും UAE ഓഡിയൻസ് എനിക്ക് എന്നും പ്രിയപ്പെട്ടവരാണ്. ഇതിന് മുന്നേയും ഇവിടെ വന്ന് ഇതേ സ്റ്റേജിൽ എനിക്ക് നല്ല കുറേ പെർഫോമൻസുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇവിടെ വന്ന് നിന്ന് അവാർഡ് കൊടുക്കാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് എനിക്കറിയില്ല. അതിനുള്ള പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഇങ്ങനത്തെ ഒരു കുറച്ച് മുടി വേണം, ഗ്ലാമർ വേണം, കീറി പറഞ്ഞ ജീൻസ് ഇടണം. ഈ പൊട്ടിന്റെ സ്ഥലത്ത് ഒരു കാശൊക്കെ ഉണ്ടാക്കാനുള്ള വഴിയാ മോനെ, ഇതൊക്കെ ഉള്ളൂ. കണ്ടോട്ടെ, അത് മറച്ചു വെക്കണ്ട. മാലേന്ന് പൊട്ടിച്ചിട്ടതാ. ₹1 നാണയമാണ് വെച്ചിരിക്കുന്നത്. സാധാരണ ഒരുപാട് കോയിനൊക്കെ തെറ്റിൽ വെച്ച് വന്നിട്ടുണ്ട്. ഞാൻ തരാടാ. അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. Splendid stage. Thanks. Thank you, Niraj. You're such a spectacularly talented guy. I wish you all the best. And Premeta, thank you so much. Thank you, Pransa. Ini we've got one last category of awards. പക്ഷെ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ we've got some great performances happening. Okay, അപ്പോൾ ആരും എവിടെയും പോണ്ട, ഡാൻസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ this is the time to stay back. നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ് വിത്ത് സേവിങ് ദ ബെസ്റ്റ് ഫോർ ലാസ്റ്റ്. ബിക്കോസ് സിനിമ എന്ന് പറഞ്ഞാൽ സംഗീതമില്ലാതെ നമുക്ക് സിനിമകളില്ല. ഏറ്റവും മികച്ച ഗായകനുള്ള അവാർഡാണ് നമ്മൾ നൽകാൻ പോകുന്നത്. ആൻഡ് ഈ അവാർഡ് നൽകുന്നതിനായി we've got the beautiful Charmi here with us. സൈറ്റേഷൻ നൽകുന്നതിനായി I would like to welcome a guy. തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ ബാക്ക് സ്റ്റേജിലുമായിട്ട് ഓടി നടക്കുകയാണ്. അദ്ദേഹം ഇല്ലാതെ ഒരു സ്റ്റേജ് ഷോവും ഭംഗിയാവില്ല, പൂർണ്ണമാവില്ല. നമ്മളുടെ ഫ്രണ്ട്, an absolutely fantastic performer, a very talented guy. Let's welcome the absolute pride of Kerala where music is concerned, Stephen Devasi. സ്റ്റീഫൻ ദേവസിയെ വളരെയധികം സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൈറ്റേഷൻ നൽകാനായി ക്യാഷ് അവാർഡ് നൽകുന്നതിനായി മിസ്റ്റർ സന്ദീപ് M, മാനേജിംഗ് ഡയറക്ടർ, നന്ദനം സാനിറ്ററി വെയർ. വി വെൽക്കം യു ആസ് വെൽ, സർ. Best singer male at Henko Flowers Indian Film Awards is Confident Group presents Henko Flowers Indian Film Awards. Best Playback Singer Male. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ. യുവാക്കളിൽ ഹരമായി മാറിയ പ്രേമം എന്ന സിനിമയിലെ മികച്ച ഗാനാലാപനത്തിന് ശ്രീ വിജയ് യേശുദാസിനെ ഈ വർഷത്തെ മികച്ച ഗായകനാക്കുന്നു. മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. Best Playback Singer Male Vijay Yesudas.
നല്ലൊരു കാര്യമാണ്. ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് വിജയ് യേശുദാസ്. സൗത്ത് ഇന്ത്യയിൽ എത്രയോ ഭാഷകൾ അദ്ദേഹം മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഐ റിക്വസ്റ്റ് ചാർമി ടു പ്ലീസ് ഹാൻഡ് ഓവർ ദ ട്രോഫി ടു വിജയ്. സ്റ്റീഫൻ ദേവസ് ഈ സൈറ്റേഷൻ കൈമാറുന്നതാണ് സുഹൃത്തിന്. ഗാനഗന്ധർവന്റെ നാദധാരയുടെ നേരവകാശിയായി മലയാളികളുടെ മനം നിറച്ച പ്രിയ ഗായകൻ വിജയ് യേശുദാസ്. മലയാളത്തെ പ്രണയതരളിതമാക്കിയ പ്രേമത്തിലെ മലരെ എന്ന ഗാനത്തിലൂടെ മലയാളികളെ ഭാവഗായകരാക്കിയ വിജയ് യേശുദാസിന് ഇത് പുരസ്കാരത്തിന്റെ സംഗീത സാഫല്യം. വിജയ് യേശുദാസ്. Mr. Sandeep M, a Managing Director, Nandaram Sanitary Ware, to please hand over the cash award. Vijay, congratulations. Cash prize sponsored by Nandaram Sanitaries, a personal stylist for your home. വളരെ സന്തോഷം. ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു ഫസ്റ്റ് ഗ്രാൻഡ് മെഗാ അവാർഡ്സ്, ഇന്ത്യൻ മൂവി അവാർഡ്സിന് ആദ്യമായിട്ട് ഇത്രയും ഒരു ഗ്രാൻഡ് ലെവലിൽ, അതും ദ സ്റ്റേജ് ഇസ് സിംപ്ലി അമേസിങ്. സോ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ദ എൻറ്റയർ ഫ്ലവേഴ്സ് ടീം ഫോർ പുട്ടിങ് അപ്പ് സച്ച് എ ഹ്യൂജ് വണ്ടർഫുൾ എക്സ്ട്രാവഗന്റ് സ്റ്റേജ്. ആൻഡ് തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു അവാർഡ് തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി. ആൻഡ് നിങ്ങളെല്ലാവരും ആ മലരെ എന്ന ആ ഗാനം കേട്ട് 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 ഒരു വേറെ ലെവലിൽ കൊണ്ടുപോയി എത്തിച്ചതിന് കാരണമാണ് ഞാനിവിടെ നിൽക്കുന്നതിന് കാരണം. സോ താങ്ക് യു സോ മച്ച് ടു ദി മ്യൂസിക് ലവേഴ്സ് ഔട്ട് ദെയർ ഹു ഹവ് ഓൾവേസ് ലിസൺഡ് ആൻഡ് എൻകറേജ് മീ. നിങ്ങൾ ആ തരുന്ന സ്നേഹവും പ്രോത്സാഹനമാണ് എപ്പോഴും എപ്പോഴും നല്ല നല്ല പാട്ടുകൾ എന്നിൽ തേടി വരുന്നത് ഇൻഫാക്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് അതിനെക്കാട്ടിലും കൂടുതൽ രണ്ട് നല്ല അറിയപ്പെടുന്ന ഇൻഡസ്ട്രിയിൽ വളരെ എന്താണ് ചാർമി, വി keep meeting at awards and whatnot, and so thank you for giving me the award. And അതിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിന് എന്താണ് ഒരു സൈറ്റേഷൻ തരാൻ എനിക്ക് തന്നതിന് അതിനൊരു നന്ദി പറയുന്നു. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് വേറെ കൂടുതലൊന്നുമില്ല. താങ്ക് യു ടു ദ ജൂറി, താങ്ക് യു ടു ദി പറഞ്ഞു വിടാൻ പറ്റുമോ? I would like to say thank you, Charmi. You've been so patient with us, and thank you, sir. Thank you very much, Sandeep ji. Stifa, ഈ വിജയ് നമ്മുടെ കൂടെ എത്തി. യു ഗൈസ് ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. നിങ്ങൾ സ്റ്റേജിൽ തകർപ്പൻ പെർഫോമൻസസ് കാഴ്ചവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ അവിടെ സൈഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ വിജയവിനെ കൊണ്ട് പാടിക്കോ? വിജയ് ഒരു ഗിയറിട്ട മാതിരിയാണ്. അതാ ഒരു കുഴപ്പം. ഇല്ല, ഇന്ന് ഗിയർ ഒരു സെക്കൻഡ് തേർഡ് ഗിയർ വരെ ഓട്ടോമാറ്റിക് വണ്ടിയില്ലേ? ഓട്ടോമാറ്റിക് മതി. അതിലും ഗിയറാണ്. ഓട്ടോമാറ്റിക്കാ. അത് കുറച്ച് നേരം ഓടും, ഒരു പല്ലവി വരെ ഓടും. അല്ല, ബാക്കി ഓടിക്കാൻ സ്റ്റീഫൻ ദേവസി ഇല്ലേ? ഉണ്ട്. കൂട്ടുകാരാ. All right, the friends are coming together for a wonderful performance. Best singer. ഷാർജ, ഞാൻ ഇവിടെ നിൽക്കും, ഇവിടെ പെർഫോം ചെയ്യാറുണ്ട് എപ്പോഴും. ഞാൻ അങ്ങനെ അവാർഡ് കൊടുത്തിട്ടില്ല. എനിക്ക് ഇതൊരു അവസരമായിട്ട് എടുക്കുന്നു. മലയാളത്തിൽ ഇനിയൊരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ വൺ ഓഫ് ദ ഫ്യൂച്ചർ ഇസ് വിജയ് യേശുദാസ്. സോ ഒന്ന് എൻകറേജ് ചെയ്ത് വിടാം. വെറും വാക്ക് എനിക്ക് പറയൂല, സുഹൃത്തൊക്കെ അതൊക്കെ ശരിയാണ്, പക്ഷേ ഐ അഡ്മയർ ഹിസ് ടാലന്റ്. സോ താങ്ക് യു സോ മച്ച്, ആൻഡ് ഇറ്റ്സ് മൈ ഓണർ ടു ഗിവ് എ പ്രസന്റ് ടു യു. താങ്ക് യു ഡാർലിംഗ്. താങ്ക് യു സോ മച്ച്. കോൺഫിഡന്റ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഹെൻകോ ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ്സ് പവർഡ് ബൈ സെറ ആൻഡ് ഏഷ്യൻ പെയിന്റ്സ് എഫെക്സ് അൾട്ടിമ പ്രോടെക്കിൽ അടുത്തത് യെറ്റ് അനദർ സ്പെക്ടാക്കുലർ മൊമെന്റ് ആണ്. അശ്വതി ഇസ് വെരി എക്സൈറ്റഡ്. തീർച്ചയായിട്ടും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തന്നെയാണ്. നമുക്കിപ്പോ ഒരു ബോളിവുഡ് ആക്ടറിനെ നമ്മുടെ ഒപ്പം കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ മറ്റൊരു ബോളിവുഡ് ഹാർട്ട് ത്രോബ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? You know, we all have our favorites. Now, let's keep Malayalam and Tamil and Telugu aside. Bollywood എന്ന് പറഞ്ഞാൽ it's a particular craze for Indians all over the world. അല്ലേ? ശരിയല്ലേ? I mean, look at the superstars, the brilliant acting, the brilliant movies, larger than life, but they also have amazing real art films that come out of their kitty. പക്ഷേ some people actually come out there and they steal our hearts. നമ്മളുടെ ഹൃദയം അവരുടെ തുടക്കം മുതൽ അവർ ആദ്യം തന്നെ എടുത്ത് കൈവച്ചിട്ടാണ് പിന്നെ ബാക്കിയൊക്കെ ചെയ്യുന്നത്. She comes from an amazing lineage of amazing acting abilities. അവരുടെ കുടുംബ പാരമ്പര്യം is fully cinema to the last drop.
and she's done some brilliant characters. Bubbly ആണ്. We love the വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. And not just that, ഇപ്പോൾ ഇതാ നമ്മളുടെ കൂടെ ഇവിടെ ഫ്ലവേഴ്സിന്റെ ആദ്യത്തെ ഫിലിം അവാർഡ്സിൽ നമ്മളെ കാണാനും ഈ നായിക എത്തിയിരിക്കുകയാണ്. She's got style, she's glamorous, she's beautiful, and most importantly, she is a fantastic actress. Ladies and gentlemen, nallൊരു കാര്യയുടെ let's welcome to Flowers Indian Film Awards, the one and only Kareena Kapoor. As always, you're looking stunning, Kareena ji. Such an honor to have you here. And Kareena ji, ഇന്ന് ഇവിടെ നമ്മളുടെ കൂടെ എത്താൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാരണം കൂടി ഉണ്ട്. അശ്വതി, there is a very... തീർച്ചയായും. It's time for us to find out why she's here. But before that, I think we should speak to her. Kareena ji, thank you so much for joining us here. This is the first time that a regional channel is trying to do something that, you know, involves the whole Indian film industry. So being here as part of that, how do you feel as part of an Indian film fraternity? Good evening, everyone. Been to a lot of award functions in my career, but the first time for, of course, Flowers, and I'm very honored to be a part of the Malayalam film industry. So thank you for actually having me here. And there is a small connection also because my director for film Bodyguard is here. And he's a very, very big director in the Malayalam industry. I had the opportunity to work with him in a very successful film. So thank you so much. But thank you for all the love and having me over here this evening. And hopefully someday, maybe a Malayalam film. We can't wait for that day. But as we said, Kareena ji, Kareena Kapoor is here for a reason. And that reason, we shall have a look what it is right now. Confident Group presents Henko Flowers Indian Film Awards, Pride of India. ബോളിവുഡിലെ സൗന്ദര്യ റാണി, बॉलीवुड सुपर तारंगलुडे नायिका, मुंबई डेली की एसोसिएट एडिटर हो तुम। फिल्म स्टार्स की फ्रेंडशिप तुमसे नहीं, तुम्हारी पोजीशन से है। പിന്നീട് ഇന്ത്യൻ ജനതയുടെ സ്വപ്ന നായിക, अच्छा एक बात बता, do you really feel किस करने में ना बीच में आती है? ബോളിവുഡിലെ ബോക്സ് ഓഫീസ് ഹിറ്റുകളുടെ അവിഭാജ്യ ഘടകമായ കരീന കപൂർ. പ്രൈഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അഭിമാനം, കരീന കപൂർ. Yes, ladies and gentlemen, Pride of India, Kareena Kapoor receives that award. And to hand over the award, I would like to welcome yet another person we are so, so proud of for the wonderful career in acting and everything else that she touches, she has had. Let's welcome on stage the lovely Khushbu. Citation നൽകുന്നതിനായി I would like to welcome Sharadama kindly to join us on stage. ക്യാഷ് പ്രൈസ് നൽകാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഹിറ്റ് 96.7 FM പ്രതിനിധീകരിച്ച് അജയ് അർഫാസ് and Donna also. Donna, both of them. ഈ മനോഹരമായ വേദിയിലേക്ക് മറ്റൊരാളെ കൂടി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ ഷോയ്ക്ക് തുടക്കം കുറിച്ച നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ, നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ. Jayarametan, please join us on the stage. Yes, ladies and gentlemen, Jayarametan will always be here with us. He's always a big supporter. To hand over Jayarametan, Pride of India എന്ന അവാർഡാണ് കരീന ജി നമ്മളുടെ ഈ വേദിയിൽ നിൽക്കുന്ന സ്ട്രോങ് വിമനിൽ നിന്നും ഏറ്റുവാങ്ങാൻ പോകുന്നത്. There you go, all of them together hand over the Pride of India award to the beautiful, stunning Kareena Kapoor. Sharadama, Jayarametan, Khushbu very proudly hands it over. I request Sharadama to please hand over the citation.
പ്രൈഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അഭിമാനം, കരീന കപൂർ. I request Arfaz and Donna to please hand over the cash award to Kareena ji as well. Kareena ji, I know you've traveled all over and received awards from all over the place, but how do you feel receiving yet another, but this time Pride of India from our small Kerala industry? I think receiving an award from two living legends is something that I'm going to remember forever. I have always admired the amount of talent that there's been in the Malayalam film industry. And like I said, I hope one day that I can be a part of a film as well. Thank you so much for this honor. And you know, I've been a big fan of Khushbu ma'am as well. So it's an even more special moment right now. So thank you. Jairameta, you wanted to say something? എന്തോ പറയാനുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഖുഷ്ബുവിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഒരുമിച്ച് കുറേ തമിഴ് സിനിമകൾ ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ ഷാർജ സ്റ്റേഡിയത്തിൽ ഇളയരാജയുടെ കൂടെ ആ പ്രോഗ്രാം കമ്പയർ ചെയ്യാനായിട്ട് ഈ വേദിയിൽ നിൽക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഖുഷ്ബുവിനോട് സിനിമയെക്കുറിച്ചല്ലാതെ ഞാൻ എന്ത് കാര്യമാണ് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഇന്ന് സിനിമ വിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഖുഷ്ബുവിനോട് രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല. എന്നാലും അമ്മ ചുമ്മാ തമിഴ്നാട് പൊളിറ്റിക്ஸை பற்றி ஏதாவது 2 வார்த்தை பேசலாம்ல? இங்கு வந்திருக்கிற அனைவருக்கும் என்னுடைய மாலை வணக்கம். ரொம்ப சந்தோஷமாக இருக்கு, கௌரவமாக இருக்கு. முதல்ல ஃப்ளவர்ஸ் டிவிக்கு நன்றி. எலெக்ஷன் கேம்பெயின் கண்டிப்பாக தமிழ்நாட்டில் ரொம்ப ஜோராக போயிட்டுருக்கு. ஆனால் அதுக்கு நடுவில் இங்கே வந்து என்னை கௌரவிச்சதுக்கு எல்லோருக்கும் நன்றி. அண்ட் Kareena, it's an honor to give away the award to you. I have seen you, I have known you for a very, very long time. I have seen you, one little 12-year-old kid, and since then I have seen you. But I think what you are today, the heights, what you have achieved today, I think when you talk about talent, when you talk about movies, I think it's just there in you. It's in the blood. So I think, I'm sure your grandfather, everyone, great-grandfather, your grandfather, everyone in the family, but I've been so proud of you to see the heights what you have achieved today. Congratulations. Please continue entertaining us, and you have been doing some amazing work. Congratulations. Thank you so much, Khushbu ma'am. Now we have this amazing golden opportunity here, Kareena ji, because it's not every day we get, you know, Bollywood stars amongst us. So we're going to utilize it thoda, please. so of course you've been complimented as the most beautiful, and it's true. But you know, when you come to Kerala and when you come to the Malayalam film industry, when we say the most handsome or beautiful, there's only one face that comes to us, and he is a true representation of what beauty and you know, fitness and health and good looks and style and glamour is for us Malayalis. And you know who that is? Okay, let me take a guess. Mammootty. What? Of course it's Mammootty. ഒന്ന് നമ്മളുടെ കൂടെ സ്റ്റേജ് വരുമോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫ്രെയിം നമ്മുടെ TRP റേറ്റിംഗ്സ് ഇങ്ങനെ പൊട്ടിച്ച് കളയും. Ladies and gentlemen, the mega star, Padma Shri Dr. Bharat Mammootty with the beautiful Kareena Kapoor, Sharada Ma, Khushbu. Jairameta, beautiful opportunity, come on. ഇല്ല, ശരിക്കും പറഞ്ഞാൽ അടുത്ത മികച്ച നടനുള്ള അവാർഡ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ പിന്നിൽ നിന്നും ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ സത്യത്തിൽ മനസ്സുകൊണ്ട് ആലോചിക്കുകയായിരുന്നു, എന്ത് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കും എന്ന് കുറേ നേരം ഞാൻ പുറകിൽ നിന്ന് ആലോചിക്കുമായിരുന്നു. കാരണം കഴിഞ്ഞ 10-20-25 വർഷങ്ങൾക്ക് മുകളിലായി പല രീതിയിൽ അദ്ദേഹത്തെ ഞാൻ ഇതേപോലെയുള്ള വേദികളിലേക്ക് ആനയിച്ചിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ ഒരു സഹോദരനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി അദ്ദേഹം എന്നെ സ്നേഹിക്കുകയും തിരിച്ചങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയെ ഞാൻ എന്ത് പറഞ്ഞ് ഇന്ന് വേദിയിലേക്ക് വിളിക്കും എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു.
അദ്ദേഹത്തിന് ഒരു വലിയ മഹാനടൻ എന്ന് പറഞ്ഞ വിശേഷം, അതൊക്കെ ഒരുപാട് മലയാളികളല്ല ഇന്ത്യ മുഴുവൻ കേട്ട് തഴമ്പിച്ച വാക്കുകളാണ്. ഇപ്പോൾ നേരത്തെ ഈ വേദിയിൽ സൂചിപ്പിച്ച പോലെ സുന്ദരനാണ്, സുമുഖനാണ്, മാൻലി ആയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ എത്രയോ പറയാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും മനുഷ്യത്വമുള്ള, മനുഷ്യനെ സ്നേഹിക്കാൻ അറിയാവുന്ന അങ്ങനെ ഒരു വ്യക്തി നമ്മൾക്കിപ്പോൾ പത്രങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ വാർത്ത പറഞ്ഞ് വിളിക്കണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ്, 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് CBI ഡയറിക്കുറിപ്പ് എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൽ ജനിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ ആ CBI വേഷം കണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ, പോലീസിലുള്ളവരും CBIയിലുള്ളവരും ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ അനുകരിക്കുകയുണ്ടായി. ആ അനുകരണത്തിൽ അങ്ങനെ കാലങ്ങൾ നീണ്ടുപോയി. അതിൻ്റെ 2ാം ഭാഗത്തിൽ അന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഭാര്യ അഭിനയിച്ചിരുന്നു ജാഗ്രത എന്ന് പറഞ്ഞ സിനിമയിൽ. അതിനുശേഷം 2-3 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ മകൻ ഇപ്പോൾ സിനിമയിലെത്തി. അവൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് CBIയുടെ അടുത്ത പാർട്ട് വരുന്നു. 30 വർഷത്തിൽ ഒരു മാറ്റമില്ലാത്ത നമ്മുടെ CBI. എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ തന്നെ ഇതൊരു അത്ഭുതമായിരിക്കാം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രൂപത്തിലും മാറ്റത്തിലും ഒരു മാറ്റവുമില്ലാതെ ഒരു നായക സ്ഥാനത്ത് ഒരാളെ സങ്കല്പിക്കുക എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ് എനിക്ക് ക്ഷണിക്കണമെന്ന് മനസ്സിൽ മോഹമുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ രഞ്ജിനി വേദിയിലേക്ക് ക്ഷണിച്ചു. എന്തായാലും ഒരുപാട് സന്തോഷം. മമ്മൂക്കയുടെ ഒറ്റ ചോദ്യം മാത്രം, അവാർഡ് സ്വീകരിക്കുന്നത് കരീനയുടെ കയ്യിൽ നിന്ന് വേണോ എൻ്റെ കയ്യിൽ നിന്ന് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ജയറാമേട്ട അതിനു മുമ്പ് ഞാൻ അതിന്റെ കൺഫ്യൂഷൻ കുറച്ചുകൂടെ കൂട്ടിക്കോട്ടെ മമ്മൂക്ക. ആ കൺഫ്യൂഷൻ ഞാൻ കുറച്ചുകൂടെ കൂട്ടിക്കോട്ടെ. ഒരു വ്യക്തിത്വത്തെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ട്. We've got Kareena here. I would also like to welcome Irfan ji if you're here to join us on stage. Irfan Khan ji. Yes, now we've got a splendid stage. Look at that stage. ഇനി ജയറാമേട്ടൻ ചോദിച്ച ആ ചോദ്യം വീണ്ടും ചോദിക്കാം. കരീന ജിയുടെ കയ്യിൽ നിന്നോ ജയറാമേട്ടന്റെ കയ്യിൽ നിന്നോ ഇർഫാൻ ഖാൻ സാറിന്റെ കയ്യിൽ നിന്നോ ആണോ ആ അവാർഡ് വാങ്ങിക്കാൻ മമ്മൂക്കയ്ക്ക് ഇഷ്ടം? മമ്മൂക്ക ഞങ്ങൾ എല്ലാവരും കൂടി അതല്ലേ ശാരദാമ്മ നിൽക്കില്ലേ മമ്മൂക്ക? അത്ര വലിയ ഭാരമാണോ ഇതിന്? Ladies and gentlemen, ഏറ്റവും മികച്ച നടൻ എന്ന കാറ്റഗറിക്കുള്ള അവാർഡാണ് ഇവിടെ നമ്മൾ നൽകാൻ പോകുന്നത്. The best actor at Confident Group presents Henko Flowers Indian Film Awards, co-powered by Sarah and Asian Paints Ultima Protech is... Confident Group presents Henko Flowers Indian Film Awards, Best Actor in Lead Role, Main. നടന വൈഭവവും വൈവിധ്യവും കൊണ്ട് ഇന്ത്യൻ ചലച്ചിത്രവേദിയിൽ അഭിനയ തികവിന്റെ വല്യേട്ടനായി മലയാളത്തിന്റെ വെള്ളി നക്ഷത്രം മമ്മൂട്ടി ചലച്ചിത്രാഭിനയ യാത്ര തുടരുന്നു. നമ്മുടെ ജീവിതം ഒരു ബ്ലാങ്ക് പേജാണ്, ഒരു വരപോലുമില്ലാത്ത വൈറ്റ് ബ്ലാങ്ക് പേജ്. ഡെഫിനിറ്റീവ് സിമ്പിൾ ചോയ്സ്. 300-ലധികം വേഷപ്പകർച്ചകൾക്ക് അഭിനയ ചാരുത നൽകിയ മമ്മൂട്ടി ജനഹൃദയങ്ങളുടെ വെള്ളിത്തിരയിൽ ജനനായകനായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു സൂര്യ തേജസ്സോടെ. അഭിനയകലയുടെ മഹാസമുദ്രത്തിലൂടെ കഥാപാത്രം എന്ന പത്തേമാരിയുമായി മമ്മൂട്ടി നങ്കൂരമിട്ടത് 1,00,000-ലധികം കാണികൾ സാക്ഷിയായ ഈ പുരസ്കാര സന്ധ്യാ സദസ്സിലേക്കാണ്. എന്റെ പേര് നാരായണൻ. ഒരു കാലം ദൂരെ എനിക്കൊരു കുടിലുണ്ടേ, കൂട്ടരുമുണ്ടേ, കടലോരക്കാറ്റേ ചെറുതിരി. എത്രത്തോളം ദൈവം നമ്മളെ പരീക്ഷിക്കുന്നു അത്രത്തോളം നാളത്തേക്കുള്ള കരുതലുണ്ടാവും. സക്സസ്ഫുൾ മാൻ, ഫുൾ സക്സസ്ഫുൾ മാൻ. കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് ഹെങ്കോ ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ്സിന്റെ നക്ഷത്രരാവിലേക്ക് മലയാളത്തിന്റെ സ്വന്തം നടനമാണിക്യം മമ്മൂട്ടിയെ ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡ് റോൾ പുരസ്കാരത്തിനായി ആദരപൂർവം സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ബെസ്റ്റ് ആക്ടർ ആറ്റ് ഹെൻകോ ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ്സ്. അദ്ദേഹത്തിന് അവാർഡ് കൈമാറുന്നത് വേദിയിലിരിക്കുന്ന the absolutely fabulous representation of Indian film industry. Award നൽകുന്നതിന് തൊട്ട് മുമ്പ് I would like to welcome on stage the people who made this show possible. നമ്മൾക്ക് വേണ്ടി ഈ ഒരു wonderful Indian film awards അവതരിപ്പിക്കുന്നത് Confident Group ആണ്, a $1 billion conglomerate. Dr. Roy CJ, the chairman and managing director of Confident Group, we welcome you on stage as well to hand over the cash award. Request
Kareena ji, Irfan ji, Jairam Etin, Khushbu ji, as well as Sharada Ma to please hand over the award. Best actor in a lead role in Malayalam films at Confident Group presents Henco Flowers Indian Film Awards. Citation നൽകുന്നതിനായി I request Kareena ji and Irfan ji to please hand over the citation to Mamuka. പത്തേമാരി എന്ന ചിത്രത്തിൽ ഉള്ളിൽ കടലിരമ്പം ഒതുക്കുന്ന നാരായണൻ കുട്ടി എന്ന ഗൾഫ് മലയാളിയെ അനശ്വരമാക്കിയ അഭിനയ തികവിന് അംഗീകാരം മമ്മൂട്ടി. The cash award is being presented by Dr. Roy CJ, the chairman and managing director of Confident Group. ഏറ്റവും മികച്ച നടനുള്ള അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. Cash prize sponsored by Confident Group. Real estate developmental ഒരു real leader. 136 പ്രോജക്റ്റുകൾ. നമസ്കാരം. പത്തേമാരിയിൽ അഭിനയത്തിനാണ് അവാർഡ്. പത്തേമാരിയിൽ ഞാൻ അഭിനയിച്ച വേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളിൽ പലരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അത്. നിങ്ങളോ നിങ്ങൾപ്പെട്ടവരെയോ നിങ്ങളുടെ അച്ഛനെയോ അനിയനെയോ ജ്യേഷ്ഠനെയോ ഒക്കെ ആ കഥാപാത്രം ഓർമ്മിപ്പിച്ചിരിക്കാം. ഒരു വലിയ ചരിത്രമാണ് പത്തേമാരി എന്ന സിനിമ പറഞ്ഞത്. കേരളത്തിൻ്റെ 35-40 വർഷമായി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവാസ സമൂഹമാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. അവരുടെ ഒരു പ്രതിനിധിയായി ആ സിനിമയിൽ അഭിനയിക്കുകയും അതിനിപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിക്കുകയും ആ കൂട്ടത്തിൽ ഫ്ലവേഴ്സിൻ്റെ അംഗീകാരവും എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് ഈ UAE മണ്ണിൽ വെച്ച് സ്വീകരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ അവാർഡ് തരാൻ വേണ്ടി ഇത്രയും ആൾക്കാരെ ഇവിടം വരെ കൂട്ടിക്കൊണ്ടുവന്നതിൽ ഫ്ലവേഴ്സിനോട് വളരെയേറെ നന്ദിയുണ്ട്. ഈ അവാർഡ് ഒരു വലിയ സംഖ്യയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പുതിയ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ഓൺ യുവർ വാട്ടർ എന്ന് പറഞ്ഞൊരു മിഷനാണ്, ഒരു വലിയ മിഷനാണ്. അത് നമ്മുടെ നാട്ടിലെ ജലദൗർലഭ്യത്തിന് എതിരെ പോരാടുന്ന ഒരു വലിയ സമുദായത്തെ സൃഷ്ടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, എല്ലാവരുടെയും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓൺ യുവർ വാട്ടർ, നമ്മുടെ ജലം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതൊരു വലിയ മിഷനാണ്. ഒരു 10 വർഷത്തോളം എടുത്താൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജലസമൃദ്ധി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കോൺഫിഡൻറ്റ് റോയ് ആ സംഗീതത്തിൽ കൂട്ടി എഴുതിയാൽ ഞാൻ ആ സംഘടനയുടെ നടത്തിപ്പിലാക്കി വേണ്ടി, സഹായത്തിന് വേണ്ടി ആ സംഖ്യ ഉപയോഗിക്കുന്നതാണ്. ഇന്നൊരു പൈസ പോലും ഞാൻ എടുക്കില്ല. ഇത് നിങ്ങളാണ് സത്യം. Kareena ji, I know that, it's not easy to be familiar with regional language actors, but Mamuka has actually crossed over all that as well for us. So what about Mamuka has, impressed you, influenced you? What do you think? What do you want to say about him? Don't embarrass her. No, well, I think would love to have the opportunity to work with Sir in a film. I think that is one thing that I would love to do one day. I've worked with a lot of people, but of course working with him is also a dream. പറയാൻ പോവാ, പറയട്ടെ. മമ്മൂക്ക, നമ്മുടെ മമ്മൂക്ക അല്ലയോ? ഞാനേ ഇത്തര കൊല്ലങ്ങളിലെ ഒരേ പടത്തിലാണ് ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചത്. അതേതാ പടം? റാപ്പകൽ. എന്നിട്ട് ഞാൻ അത് അഭിനയിക്കാൻ പോകുന്ന മുമ്പ് ഒരു ചിലർ പറഞ്ഞു, അയ്യോ മമ്മൂട്ടിയെ, അയ്യോ കുറച്ച് ഇതേറെ വെച്ച എന്താ, അയ്യോ കുറച്ച് നിങ്ങള് ഒരു സോഫ്റ്റ് ആയിട്ട് ആളാ, പക്ഷെ കുറച്ച് ഇവരിങ്ങനെ. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ച് പേടിയായിരുന്നു ആദ്യം എനിക്ക്. പണ്ട് സത്യൻ സാറെ പറ്റി കൂടി ഇങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ അതല്ല, അതുപോലെ തന്നെ മമ്മൂട്ടി സാർ, മമ്മൂട്ടി ഖാനാണ് ഞങ്ങൾ വിളിക്കുന്നത്. മമ്മൂക്ക
മമ്മൂക്ക കാണാൻ മാത്രം കുറച്ച് അങ്ങനെ ആയിരിക്കും, അത് അവരുടെ സ്റ്റൈലാണ്, അതിൻ്റെ ആ സ്റ്റൈലാണ്, അതാണ് ഹീറോയിസം അല്ലയോ. ആ ഹീറോ അടുത്ത് പോയാലേ മനസ്സ് വെണ്ണയാണ്, വെണ്ണ എങ്ങനെ ഉരിയുവോ, അതാണ് ദാറ്റ് ഈസ് മമ്മൂക്ക. Fanji, would you like to say something? It's an honor to share the stage with Mr. Mammootty and with such great personalities. I'm really honored. I came to know Mr. Mammootty through a film in long back. It was Adoor's film, and there was a very interesting, struggle of a communist. The bus keeps going around, and I don't remember the name, but that time I got introduced with its film, and then I saw Billu's original version, which I played, the other role. For me, being an actor, many people can become an actor, and they can reach a position. But what you do with that position is very important. And the way Mr. Mammootty is handling himself, the way he is contributing to the society, it's great. And it's really an honor to know him and to share the stage. हम बोलते हैं हिंदी में, we say in Hindi, जिंदाबाद. Mammootty जिंदाबाद. Mammootty जिंदाबाद. Thank you so much, everybody. So I've got this splendid idea, as always. Kareena ji, Irfan ji, Mamukka, Jairam and Sharada ma'am, Khushbu ma'am. I also have a producer for a film for all of you. Confident Group will produce film. Siddhikata direct cheyo, please. Siddhikata direct cheyum. Music in MJ sir. We've got the whole crew here, but in Malayalam. Inshallah. Inshallah. Thank you so much to Sharada ma, Khushbu ma'am, Jairam Mehta. Confident Group അവതരിപ്പിക്കുന്ന Henko Flowers Indian Film Awards, powered by Sarah and Asian Paints Apex Ultima Protect. നമ്മുടെ next category is Best Actress, മികച്ച നടി. Confident Group presents Henko Flowers Indian Film Awards, Best Actor in Lead Role Female. അനശ്വര പ്രണയകഥയുടെ ജീവിക്കുന്ന ബാക്കിപത്രം. കാഞ്ചനമാലയെയും ചാർലിയിലെ ടെസ എന്ന കഥാപാത്രത്തെയും വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയതിന് പാർവതി മേനോനാണ് ഇത്തവണത്തെ ബെസ്റ്റ് ആക്ട്രസ് പുരസ്കാരം. എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി ഞാൻ എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച എന്റെ ശവത്തിലായിരിക്കും പെട്ടു താലിയിട്ടു. ഈ വർഷത്തെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഈ അഭിനയ പ്രകടനങ്ങൾക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് ഹെങ്കോ ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ്സിന്റെ വേദിയിലും ആദരവ്. ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡ് റോൾ ഫീമെയിൽ പാർവതി മേനോൻ. I request Mamukka to please hand over the trophy to Parvati. Best Actress, Parvati. Jairam Mehta, citation handover cheyan vendi I request you. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഉജ്ജ്വലമായ അഭിനയത്തിലൂടെ കാഞ്ചനമാല എന്ന കഥാപാത്രത്തിന്റെ ആന്തരിക ഭാവങ്ങളെ പോലും അതിസൂക്ഷ്മമായി അവതരിപ്പിച്ച പാർവതി മികച്ച നടി. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ഐ വെൽക്കം ഹെൻകോയ്ക്ക് വേണ്ടി ഫ്ലവേഴ്സിന്റെ എല്ലാമായ മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠൻ നായർ. Congratulations, Parvati. Cash prize sponsored by Henko. Lint koreyum vastram yangai nilkum. Quite an honor for you today to be on stage with some amazing people. So I can't wait to hear what you have to say. Parvati എന്ന നടിക്ക് അല്ലെങ്കിൽ ഏതൊരു കലാകാരിക്കും ഇത്രയും പ്രഗൽഭരായ വ്യക്തികളുടെ കൂടെ സ്റ്റേജിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ I know it's going to be a special one. So tell us.
എല്ലാവർക്കും നമസ്കാരം. ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇറ്റ്സ് എ ലിറ്റിൽ ടു എക്സൈറ്റിംഗ് ടു ബി ഹിയർ. ഫസ്റ്റ് ഓഫ് ഓൾ, I don't think I deserve to follow what just happened on stage at all. Okay. Let me just say that it's an honor to be standing next to you, Mamuka, Jairam sir. എനിക്ക് മമ്മൂക്കയുടെ കൂടെയും ഇർഫാൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഓഫ് കോഴ്സ് ജയറാം സാർ നമ്മൾ ഉത്തമ വില്ലനിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് സ്പേസ് റൈറ്റ് നൗ. There goes that. Thank you, sir. അതെന്താ സംഭവിച്ചെന്ന് കണ്ടോ? Thank you. പാർവതിയുടെ മൂക്കുത്തി നോസ്പിൻ താഴെ പോയി. അത് ആരെടുത്തു കൊടുത്തു? കണ്ടല്ലോ അല്ലേ എല്ലാവരും? യെസ്, എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം അവാർഡ് കിട്ടുമ്പം, എസ്പെഷ്യലി ഇത് ചാർലിക്കും എന്നതിൻ്റെ മൊയ്തീനും 2 സിനിമയ്ക്കും ആയപ്പം ഒരു അവാർഡിന് ഞാൻ മൊയ്തീനിൽ കാഞ്ചനമാല ഇട്ട് ഏതെങ്കിലും ഒരു ഐറ്റം ഇട്ടിട്ട് വരും. അല്ലാതെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പോൾ ചാർലിയിൽ ഉള്ള മൂക്കുത്തി ഇട്ടിട്ട് വന്നതാണ്. ക്ലിയർലി ഇറ്റ് ഡസൻറ്റ് വോണ്ട് ടു സ്റ്റേ ഓൺ മൈ നോസ്. സോ ദാറ്റ്സ് എംബാരസിങ്. എനിവേ, മൂവിങ് ഓൺ. യെസ്, ഇറ്റ്സ് എൻ ഇൻക്രെഡിബിൾ ഓണർ ഫോർ ഷുവർ ടു ഫോളോ വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ് ഹിയർ. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ വീണ്ടും വീണ്ടും ഇതേ കാര്യമാണ് എല്ലാ അവാർഡ് ഫംഗ്ഷനിലും പറയാറുള്ളത്. ഇത്രത്തോളം അവാർഡ് ഫംഗ്ഷൻസിൽ വരാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ഇറ്റ്സ് മോർ അബൌട്ട് ഹൗ ഹംബിൾഡ് യു ഫീൽ വെൻ യു ആർ സ്റ്റാർട്ടിങ് ഓഫ്. Well, it's been 10 years, but still starting off, you realize how small you are, or how short the distances that you've already come. You've got a long way to go. ഒരുപാട് ഹംബിൾഡ് ആവാനുള്ള പോസിബിലിറ്റിയാണ് ഇത്രയും നടന്മാരുടെയും ടെക്നീഷ്യൻസിൻ്റെയും കൂടെ ഇരുന്ന് അവരുടെ ഒരു ലൈഫ് വർക്ക് ഒരു ചെറിയ വീഡിയോയിൽ കാണുകയാണെങ്കിലും ടു ബി റിമൈൻഡഡ്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് ചെക്ക് for your arrogance, if at all there comes any. Thank you, Flowers TV. This is amazing. Indian film industry-യിലുള്ള എല്ലാവരെയും ഓണർ ചെയ്യാൻ ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കിയതിൽ തന്നെ വലിയൊരു കാര്യമാണ്. Thank you so much. Congratulations, Parvati. I have to say one thing, Parvati, Mamuka, a younger generation and the real Parvati, we've got Prithvi, we've got Dulquer and Nivin. So Irfanji, just for your knowledge, both of them, Mamuka and Jairam Martin's kids, sons, are stars in the film industry. Jairam മോൻ ലോഞ്ച് ആവുന്നേ ഉള്ളൂ. ഹീസ് ജസ്റ്റ് ലോഞ്ചിങ്. സോ ഇവരുടെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ജയറാമേട്ടൻ നന്നായിട്ട് അറിയായിരിക്കും. സോ പാർവതി എടുത്തും പൃഥ്വി എടുത്തും ഒക്കെ വാട്ട് വുഡ് യു സേ ജയറാമേട്ട ആസ് എൻ എൻകറേജ്മെന്റ് ടു കണ്ടിന്യൂ ദ വർക്ക്? അല്ല, ഇപ്പോൾ എൻ്റെ മകനെ പോലെ തന്നെയാണ് പൃഥ്വിയെ ഞാൻ കാണുന്നത്. ഞാനൊരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് സുഖേട്ടൻ്റെ വീട്ടിലേക്ക് സുഖേട്ടനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ, അന്ന് സ്കൂൾ കഴിഞ്ഞ് ഐ തിങ്ക് 8th സ്റ്റാൻഡേർഡിലോ 7th സ്റ്റാൻഡേർഡിലോ പഠിക്കുന്ന പൃഥ്വിയും ഇന്ദ്രനും കൂടി സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് രണ്ടുപേരെ ഞാൻ പൊക്കിയെടുത്ത് ആ വീടിൻ്റെ മുറ്റത്ത് നിന്നൊരു ഫോട്ടോ എടുത്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ശരിക്കും എൻ്റെ കണ്ണൻ്റെ പോലെ തന്നെയാണ് ഇവരൊക്കെ. അപ്പോൾ അതേ സ്നേഹവും അതേ ഇത് തന്നെയാണ് ഇവരോട് എല്ലാവരോടും. All right, thank you so much. Thank you, Irfanji. Thank you, Mamuka. Thank you, Jairam. Thank you so much, Parvati. Thank you so much, Parvati. Once again, congratulations.